എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, ഇന്ന് കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറിയാണ്. അതിന് ആദ്യമായിട്ട് പുളി, കൊടംപുളി, തോട്ടുപുളി എന്നൊക്കെ പറയില്ലേ, അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. കാരണം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പുളിയല്ലേ, ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് സോഫ്റ്റ് ആകാനും, പിന്നെ അതുമല്ല ഈ മീൻ കറിക്ക് ഇങ്ങനെ തിളപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുളക് പൊടി വേണം. മുളക് പൊടി ഒരു 5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ്. ഉലുവാപ്പൊടി 1/2 ടീസ്പൂണ്. ഇത് മൂന്നുമാണ് ഇതിന് വേണ്ടുന്ന പൊടികൾ. അപ്പം അവസാനം ഒരു ശകലം കായപ്പൊടിയും വേണം. അപ്പം ക്യാമറ ഒരല്പം അങ്ങ് തിരിഞ്ഞു പോയി അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ പൊടികൾ എടുത്തത് കാണാതെ പോയത്. അപ്പം ഇത് പുളി ആദ്യം തന്നെ ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം, പുളിവെള്ളം ഒഴിച്ച് ഇത് മൂന്നും കൂടെ എടുത്ത് ഒരു 3-4 ടീസ്പൂണ് പുളിവെള്ളം എടുത്ത് ഈ പൊടിക്കകത്തേക്ക് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെക്കും ഒരല്പം നേരത്തേക്ക്. ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇത് ഇത്രയും വഴറ്റിയെടുക്കണം. അതിൽ ഒരു ചീനിച്ചട്ടി വെച്ച് അതിനകത്തേക്ക് ഒഴിച്ചാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ചട്ടിയിൽ വെച്ചാണ് മീൻകറി വെക്കുന്നത്. എങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടി പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിച്ച ചട്ടിയാണ്. അത് അത്ര ഒരു സുഖമല്ല. അതിനകത്ത് വഴറ്റിയെടുക്കണതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ചാർക്കോൾ അടുപ്പിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ചാർക്കോൾ അടുപ്പ് എങ്ങനെയാണെന്ന്, ചാർക്കോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ കുറിച്ചുള്ള വീഡിയോ. അതൊന്നും ആരും കണ്ടിട്ടില്ല. എന്നാലും അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ചാർക്കോൾ വെച്ചാണ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് കടുകിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഉലുവ ഇടാഞ്ഞത് എന്താണെന്ന് വിചാരിക്കും. ഇവിടെ ഉലുവ കടിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടില്ല. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിരുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഞാൻ ഇച്ചിരി ലുപ്തിച്ചാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയുടെ ഒരു കുറവുണ്ട് ഇവിടെ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയൊക്കെ തീരാറായതുകൊണ്ട് അധികം വെളിച്ചെണ്ണ ഒഴിച്ചില്ല. പക്ഷേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണം. ഇതിന് തേങ്ങ ചേർക്കുന്നില്ല, മല്ലിയില്ല, വെളുത്തുള്ളി അല്ലാതെ വേറെ ഉള്ളികളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പം ഇതിന് വെളിച്ചെണ്ണ കുറച്ചുകൂടെ ആവശ്യമാണ്. പക്ഷേ കുറവ് കൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. പിന്നെ കറിവേപ്പില ആവശ്യം പോലെ ചേർക്കണം ഈ മീൻ കറിക്ക്. കോട്ടയത്ത് ഒരുപാട് ടൈപ്പ് മീൻ കറികളുണ്ട്. അതിൽ ഒരു ടൈപ്പ് മീൻ കറിയാണിത്. ഇതിന് ഷാപ്പിലെ കറി എന്നും പറയും. എനിക്ക് സത്യത്തിൽ മീൻ കറി വെക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് രാമേട്ടൻ്റെ ഒരു ടീച്ചറുണ്ട് ഞങ്ങളെ വീടിനടുത്ത്. ടീച്ചറാണ് എന്നെ ഇത് പഠിപ്പിച്ച് തന്നത്. ടീച്ചറിനൊരു വലിയ നമസ്കാരം. ടീച്ചർ മീൻ കറി വെച്ചപ്പോൾ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ അരപ്പ് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. കറക്കിയെടുത്തിട്ട് അത് ഈ പരുവത്തിൽ ഒരു ചുമന്ന പരുവാകണം, ബ്രൗൺ കളറാകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഉള്ളത്. കാരണം ഒട്ടും തന്നെ വെള്ളം നനവ് ഉണ്ടാകരുത്. ഇത് കല്യാണങ്ങൾക്കുമൊക്കെ ഒരു 2-3 ദിവസത്തിന് മുമ്പേ ഉണ്ടാക്കി വെക്കുന്ന ഒരു മീൻ കറിയാണിത്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ മറ്റ് തേങ്ങയോ മല്ലിയോ ഒന്നുമില്ലല്ലോ, മല്ലിയും ഒന്നും ചേർക്കാത്തതായതുകൊണ്ട് ഇത് വഴറ്റി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കല്യാണങ്ങൾക്ക് വേണ്ടി തന്നെ ഇത് എടുക്കുന്നത്. എത്ര ദിവസം ഇരുന്നാലും ഇത് കേടാകത്തില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വഴറ്റുന്നതിലാണ് ഈ മീൻകറിയുടെ ടേസ്റ്റ് വരുന്നത്. ആദ്യം ഇതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് വീണ്ടും മിക്സി കഴുകിയെടുത്ത വെള്ളമൊക്കെ കൂടെ ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിച്ച്, ഒട്ടും തന്നെ പച്ചവെള്ളം എടുക്കരുത്, തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അത് വെച്ച് ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും വെള്ളം വറ്റി കഴിയുമ്പോൾ അല്പം കൂടി വെള്ളം ഒഴിച്ച് വഴറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ മീൻകറിക്ക് ടേസ്റ്റും ഉണ്ടാവത്തില്ല. ഈ ചുമന്ന കളറിൽ തന്നെ ഇരിക്കും. മീൻകറി വെച്ച് കഴിയുമ്പം ബ്രൗൺ കളർ വരത്തില്ല. നല്ല ബ്രൗൺ കളർ വരണമെങ്കിൽ ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം അല്പം വെള്ളം ഒഴിച്ച്, പുളിവെള്ളം തന്നെയാണ് നല്ലത്. പുളിയുടെ വെള്ളം കുറച്ച് കൂടുതലാക്കി വെച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം തന്നെ ഒഴിച്ചാലും മതി. ഒഴിച്ച് ഒഴിച്ചിട്ട് വഴറ്റണം. അപ്പോൾ ഈ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇത്രയും മീനാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. ഇവിടെ കഷ്ണം മീനല്ല, കഷ്ണം മീൻ ഇവിടെ കിട്ടും. നൈൽ പർച്ചെന്ന് പറയുന്നത് വലിയ മീൻ കഷ്ണമായിട്ട് കിട്ടും. നമ്മുടെ നാട്ടിൽ മോത കേര അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതുപോലത്തെയൊക്കെ മീനൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ ഒന്നും ആരും ഇത് കഴിക്കത്തില്ല, അതൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ചാർക്കോൾ തീർന്നായിരുന്നു. കുറച്ച് വിധം ഇടുകയുള്ളൂ, ഭയങ്കര ചൂടായതിന്. അതുകൊണ്ട് അപ്പം ഇനി ഞാൻ ചട്ടിക്കകത്തേക്ക് ആ വഴറ്റിയത് മാറ്റും. അതിന് മുമ്പ് ഒരല്പം ചാർക്കോൾ ചേർത്തതാണ് ഇതിനകത്ത്.
ഒന്ന് കുടയുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ചാരമൊക്കെ താഴെ പോരും. അപ്പോൾ ഇതുപോലെയാണ് ഇവിടുന്ന് വാങ്ങുന്ന ചട്ടി ഇരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വരകളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു നന്നായിട്ട് വഴറ്റിയെടുക്കാനൊക്കെ പറ്റത്തില്ല. അപ്പം വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിക്കണം. പക്ഷേ ഞാനത് കുറച്ച് മാത്രമേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് ഇതിൽ നിറച്ചും കറിവേപ്പില ഇടും. ഇങ്ങനെയാണ് കോട്ടയംകാർ ചെയ്യുന്നത്. ഒരു ടൈപ്പ് മീൻകറി കേട്ടോ, ഒരുപാട് ടൈപ്പ് ഉണ്ട്. എന്നാലും ഈ മീൻകറി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ നിറച്ചും ഇത്രയും പോരാ, നിറച്ചും കറിവേപ്പില ഇടും. കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് വാടി കഴിയുമ്പോഴാണ് അരപ്പിടുന്നത്. ഇപ്പോൾ അരപ്പ് ഈ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് നിരത്തി വെക്കും. ഇതിൻ്റെ മുകളിൽ മീൻ വെക്കും. മീൻ നന്നായിട്ട് കഴുകിയെടുക്കാനൊക്കെ ഈ പിള്ളേർ നല്ല മിടുക്കരാ കേട്ടോ. നല്ല ഭംഗിയായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെക്കും. നല്ല വെള്ള കളറായിട്ട് നാരങ്ങ നീരോ വിനാഗിരി ഉപ്പുകല്ല് ഒക്കെ ഇട്ടാണ് കഴുകുന്നത്. നല്ല ഭംഗിയായിട്ട് കഴുകി വെക്കും. ഇതിപ്പോൾ ഇങ്ങനെ തിക്കി വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് കറക്റ്റായിട്ട് വരും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ എന്നിട്ട് ആ പുളിയുടെ ബാലൻസ് വെള്ളവും കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചിട്ട് പിന്നെ ഉപ്പിടണം. അരപ്പിന് മാത്രമേ ഉപ്പുള്ളല്ലോ. അപ്പോൾ മീനിന് ഉപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി ബാലൻസ് അരപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടും. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇപ്പം കല്യാണ വീടുകളിലൊക്കെ ചെയ്യുന്നത് ഇതിങ്ങനെ കുറേ 2-3 ലെയറായിട്ട് വലിയ ചട്ടിയിലാണ് ചെയ്യുന്നതെന്ന് അവിടേക്കുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തിളച്ച് വരുമ്പോഴത്തേക്കും ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് 3-4 ദിവസം ഇരുന്നാലൊന്നും കേടാകുമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് കഴുകിയെടുത്ത വെള്ളം തിളച്ച പുളിവെള്ളവും ശകലം പുളിവെള്ളം വെച്ചിരുന്നു. അതിൻ്റെ അകത്തേക്ക് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചത്. ഇനിയിപ്പോൾ ഇത് പതുക്കെ ഇവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. കാരണം ഉലുവ വറുത്ത് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇടണം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് പതുക്കെ ഒന്ന് അടച്ച് വെക്കണം ഒരു ശകല നേരത്തേക്ക്. തിളച്ച് ചെറിയ തീയേ ഉള്ളൂ, എന്നാലും ഒന്ന് നല്ലപോലെ തിളച്ച് വരണം. ഇപ്പോൾ ഈ ചുമപ്പ് കളറിലിരിക്കുന്നെന്ന് വെച്ച് ഇതിൻ്റെ കളറങ്ങ് മാറും. ഇത് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറും. വാഴയുടെ ഇല പോയി വെട്ടിക്കൊണ്ട് വന്ന വാഴയുടെ ഇലയാണ്. ഇത് നല്ലപോലെ തിളച്ചപ്പോൾ ഞാൻ ഒരല്പം കൂടി ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തതാണ്. ഉലുവാപ്പൊടി ഇച്ചിരി കുറവായിരുന്നല്ലോ, ആദ്യം ചേർത്തതും കുറച്ച് കുറവായിരുന്നു. പിന്നെ പുളിയാണെങ്കിലും അതുപോലെ നമ്മളെല്ലാം ഒഴിച്ചെന്ന് വെച്ചിട്ട് ഇത് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടുതൽ ഇത് മറിഞ്ഞു പോകുന്ന പോലെ തോന്നിയത് ക്യാമറ കയ്യിൽ നിന്നും മാറിയതാണ്. അപ്പം പുളി കൂടുതലാണെങ്കിൽ 1-2 കഷ്ണം പുളി എടുത്ത് മാറ്റണം. എന്നിട്ട് ഇത് അടപ്പും കൂടെ വെച്ച് അടച്ചത് കാറ്റെങ്ങാണ് അടിച്ചത് പറന്നു പോയെങ്കിലോ എന്നോർത്താണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം. ഒരുപാട് ഒന്നും ഇടണ്ട, ഒരു പിഞ്ച് അവിടെ ഇവിടേക്കായിട്ടൊന്ന് ഇട്ടാൽ മതി. അതൊന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ആയിക്കോളും. അതിൻ്റെ സ്മെല്ലൊക്കെ മാറിക്കോളും. അപ്പോൾ ഒരു വാഴയില വെച്ച് തന്നെ അടച്ചു വെച്ചേക്കാണ്. വീണ്ടും അതെടുത്ത് മാറ്റിയിട്ട് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. അത്രയും ചാർക്കോൾ മാത്രമാണ് ഇട്ടേക്കുന്നത്, കരി. അതുകൊണ്ടാണ് ഇത്രയും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്, എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്രേവിയൊന്നും അടിയിലില്ല, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പം കറി പാകമായിട്ടുണ്ട്. കുറേ സമയമായിട്ടിരുന്ന് ചെറിയ തീയിലിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പാകമായിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കോട്ടയം സ്പെഷ്യൽ മീൻകറി എന്ന് പറഞ്ഞാൽ ഏത് ഹോട്ടലിൽ പോയാലും ചോദിക്കുക ഏത് ടൈപ്പ് മീൻകറിയാണ് വേണ്ടതെന്ന്. കോട്ടയം സ്പെഷ്യൽ എന്ന് വെച്ചാൽ മീൻകറിയാണ്. പിന്നെ ഈ പിള്ളേർക്ക് നല്ലപോലെ തറയിലൊക്കെ കളയാതെ ചുറ്റിക്കാനൊക്കെ അറിയാം. അവർ നല്ലതായിട്ടൊക്കെ ചുറ്റിച്ചൊക്കെ വെക്കും. മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് കോട്ടയം സ്റ്റൈൽ മീൻകറി. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.